ഇന്ന് വൈകിട്ട് ചായയുടെ കൂടെ ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചായ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഉപ്പുമാവാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പതിവിലും വെറൈറ്റി ആയിട്ട് സേമിയ ഉപ്പുമാവാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ സേമിയ നമുക്കറിയാമല്ലോ, പാൽപ്പായസമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സേമിയയാണ്. പിന്നെ അതിലേക്ക് ആഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു സേമിയം വറുത്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ നെയ്യിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വറുത്തെടുക്കാം. ജസ്റ്റ് വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം അതേ ഉരുളിയിൽ തന്നെ നമ്മൾ ഈ വെജിറ്റബിൾസ് നമ്മൾ അരിഞ്ഞ് വെച്ച സാധനങ്ങളില്ലേ, അതെല്ലാം നമ്മൾ കടുക് വറുത്തിട്ട് ഇതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വഴറ്റി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ആ ഒരു പച്ചപ്പൊക്കെ മാറി നല്ല കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പം കുറച്ച് നേരം തന്നെ നന്നായിട്ടിരുന്ന് അത് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തതിന് ശേഷം ഒരുപാട് നേരം ഇത് സ്റ്റിർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ്സ് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരാൾ കൂടെ ഇരിപ്പുണ്ട്, തോളത്ത് മിയക്കുട്ടി കൂടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഈ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ അല്ലേ, അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതും കുറച്ച് നേരം അടച്ച് വയ്ക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചേക്കണം കേട്ടോ, ഇതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു സംഭവത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അടച്ച് വയ്ക്കുക. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു നമ്മൾ വെച്ചിരുന്നത്. 15 to 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത് പ്രിപ്പയർ ആയിക്കോളും. അപ്പോൾ അതിനുശേഷം നോക്കിയപ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ആ ഒരു കറക്റ്റ് വെള്ളം നമ്മൾ ആഡ് ചെയ്താൽ നന്നായിട്ട് കിട്ടും കേട്ടോ. ഓവർ ആവാനും പാടില്ല, കുറഞ്ഞും പോകാൻ പാടില്ല. ആ ഒരു കറക്റ്റ് അളവിൽ കിട്ടണം. അപ്പോൾ ഇന്നത്തെ വൈകിട്ട് സ്പെഷ്യൽ സ്നാക്സ് ഇതായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ചൂടോടെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ ഗായ്സ്.